ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. 100%. എടുക്കുന്ന കസ്റ്റമർ നല്ല ട്രാക്കിലെ കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരും. എക്സ്ചേഞ്ച് വാല്യൂ കിട്ടും. വേറെ വണ്ടി എടുക്കുകയും ചെയ്യാം. അപ്പൊ എന്തുകൊണ്ടും നമുക്ക് എടുക്കുന്ന ആ ഒരു പ്രൈസും കാര്യങ്ങളൊന്നും നഷ്ടാവില്ല. ഫൈനലായിട്ട് നമുക്ക് 85 രൂപ കൊടുക്കാം. 75,000 രൂപക്ക് ഡീസൽ വണ്ടിയാണ് നമ്മൾ 85 രൂപ ചോദിക്കണല്ലേ? ഫൈനലായിട്ട് 1,20,000 രൂപക്ക് 2030 പേപ്പർ റേറ്റ് ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്ത പ്രശ്നമില്ല. ചെറിയൊരു വിലയാണ് ചോദിക്കുന്നത്, അതിൽ ചെറിയ മാറ്റം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. വേറെ കംപ്ലൈന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തുറന്നു പറയും. തുറന്നു പറയും. ഫ്രണ്ട് ബോണ്ടർ റീപ്ലേസ്മെന്റ്, കമ്പനി ഹിസ്റ്ററി പ്രോപ്പർ ആയിട്ടുള്ള ബോണ്ടർ റീപ്ലേസ്മെന്റ്, വേറെ പാനലോ ഹെഡ്ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗ്ലാസ് ഒന്നും മാറിയില്ല. ഇത് ബോണറ്റ് മാത്രം മാറി, അത് കമ്പനിയിൽ നിന്ന് മാറി ഹിസ്റ്ററിയിലുണ്ട്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന കച്ചവടം ആദ്യം പറയുന്ന കാര്യം ഇതാണ്. ഇതിനിങ്ങനെ വില കുറച്ച് കൊടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും ആക്സിഡന്റ് കംപ്ലൈന്റ് ആക്സിഡന്റ് ഒരു ഗ്ലാസ് ബോണറ്റോ കാര്യങ്ങളോ അല്ല, ആളുകൾ അങ്ങനെയാണ് ചിന്തിക്കുക. അതൊന്നുമില്ല. കണ്ടീഷൻ വാഹനമാണ്, ക്വാളിറ്റി വാഹനമാണ്. നേരിട്ട് വന്ന് ചെക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. വാഹന മേഖലയിൽ GST തരംഗം മാഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത് യൂസ്ഡ് കാറുകൾക്ക് വൻ വിലക്കുറവ് പ്രഖ്യാപിച്ചുകൊണ്ട് കണ്ണൂരിലെ പയ്യന്നൂർ എന്ന സ്ഥലത്തുള്ള A1 യൂസർ ഷോറൂം നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കിടിലൻ ഷോറൂം വീഡിയോ എത്തിക്കുകയാണ്. കാരണം ഈ ഒരു GSTയുടെ ആനുകൂല്യങ്ങൾ പുതിയ വാഹനങ്ങൾക്ക് മാത്രമല്ല യൂസ്ഡ് കാറുകളെയും വലിയ രീതിയിൽ തന്നെ നല്ല എഫക്റ്റ് ആയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒട്ടുമിക്ക വാഹനങ്ങൾക്ക് ഗംഭീരമായിട്ടുള്ള വിലക്കുറവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂസ്ഡ് കാറുകൾ എടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സമയം കൂടിയാണ് ഈ ഒരു മാസം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം വാഹനങ്ങൾ വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വാഹനങ്ങൾക്ക് വിലയിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന്. മാക്സിമം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും ഷോറിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ സെൻട്രൽ ബസാർ വിഡോവ ടെമ്പിളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഷോറൂം ഉള്ളത്. അപ്പോൾ ഈ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു GST തരംഗത്തിൽ യൂസ്ഡ് കാറുകൾക്കും വില നല്ലോണം നമ്മൾ കുറച്ചിട്ടുണ്ട്. മാക്സിമം കുറച്ച് കൊടുക്കാനല്ലേ? അപ്പൊ നിലവിൽ ഇപ്പൊ നമുക്ക് ബഡ്ജറ്റ് എത്ര വരുന്ന വാഹനങ്ങളുടെ റേഞ്ച് 50,000 മുതൽ 15 ലക്ഷം വരെ. 15 ലക്ഷം വരെ എല്ലാത്തരം കസ്റ്റമേഴ്സിനും ധൈര്യപൂർവ്വം വരാൻ പറ്റുന്ന ഷോറൂം അല്ലേ? 2015-16 ശേഷം എല്ലാ വണ്ടികൾക്കും ഇവിടുന്ന് 6 മാസത്തെ വാറണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ട്രൂ വാല്യൂയിൽ ഇട്ട് കൊടുക്കുന്നത് വാറണ്ടി സ്കീം ആയിരിക്കും. വാറണ്ടി സ്കീം ഉണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഷോറൂമുകാർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം ക്വാളിറ്റിയിൽ അത്രയും നമുക്ക് വിശ്വാസമുണ്ട് കൊടുക്കുന്ന. നിങ്ങൾ ഇപ്പൊ 2008, 2009, 2010 വണ്ടികൾക്ക് പോകും 7 ദിവസം ചെക്കിൻ വാറണ്ടി ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. 7 ദിവസം ചെക്കിൻ വാറണ്ടി എല്ലാം ഉണ്ട്. ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇതുപോലെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ഷോറൂം നടത്തുന്ന ആള് വാറണ്ടി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ക്വാളിറ്റിയിലെ വണ്ടി മാത്രമേ ചെക്ക് ചെയ്തെടുക്കാറുള്ളൂ. റീപ്ലേസ്മെന്റ് പറഞ്ഞ് മാത്രമേ കൊടുക്കാറുള്ളൂ. സത്യസന്ധമായിട്ടുള്ള കച്ചവടം, അതിന്റെ ലാഭം മാത്രം നമുക്ക് മതി. എന്തായാലും ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിൽ വിളിച്ചാൽ മതി. വാട്സപ്പ് ഇല്ലേ? വിളിച്ചാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ബാക്കിയുള്ള എപ്പോഴും നമുക്ക് റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഇവർ തരും. കസ്റ്റമർ വരുമ്പോൾ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടിയെന്നില്ല, ബാക്കി എല്ലാ സമയം അവൈലബിൾ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് വാഹനങ്ങൾ സ്റ്റോക്ക്. ഇതിന്റെ മോഡൽ എത്ര തന്നെ? ഇത് 2011 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 83,000 കിലോമീറ്റർ, ആൾട്ടോ LX, ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും. ഇതിന്റെ റേറ്റ് വരുന്നത് 1,30,000 രൂപ. ഇതിലെല്ലാ പണി വർക്കും കാര്യങ്ങളും ചെയ്യിപ്പിച്ച വണ്ടിയാണ്. 4 പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഇട്ടാണ്. വേറെ മെക്കാനിക്കൽ വർക്ക് ചെയ്യിപ്പിക്കാനുമില്ല, ഒന്നുമില്ല. എടുത്തുകൊണ്ട് യൂസ് ചെയ്താൽ മാത്രം മതി. ചോദിക്കുന്ന വില 1,30,000 രൂപ. ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഒരു ബൈക്ക് വാങ്ങുന്ന ഈ ഒരു ചൂടത്ത് ഒരു ബൈക്കിൽ സഞ്ചരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ബൈക്കൊക്കെ മാറ്റിയിട്ട് കാറിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അനുയോജ്യമായിട്ടുള്ള കൂടുതലൊന്നും വണ്ടിയില്ല. ഒരുപാട് ആളുകൾ അന്വേഷണം കിട്ടില്ല. ഫീസ് മാത്രമേ ഉള്ളൂ. 1,30,000 ചോദിക്കുന്നത്. ടയർ 4 പുത്തൻ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്റീരിയർ ഭാഗം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഇത് ഹ്യുണ്ടായിയുടെ ഇയോൺ അല്ലേ? ഇത് ഏത് മോഡൽ വരുന്നത്? ഇത് 2017 സിംഗിൾ ഓണർഷിപ്പ്, 38,000 കിലോമീറ്ററുടെ വണ്ടിയാണ്. ഇറ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. ഇറ പ്ലസ് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. റേറ്റ് വരുന്നത് 2,55,000 രൂപ. നെഗോഷ്യബിൾ ആണ്. ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കച്ചവടം ആകുമ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഷോറൂമിലേക്ക് വന്ന് സംസാരിക്കും. ഈ പറയുന്ന റേറ്റ് ഒന്നും ഫിക്സ്ഡ് അല്ല. നിങ്ങൾ വരുമ്പോ സംസാരിക്കുക. ചെറിയൊരു മാറ്റം എന്തായാലും ചെയ്യുന്നത്. ഇതിപ്പോ 2,55 പറയുന്ന പ്രൈസ് ആണ്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. 100%. എടുക്കുന്ന കസ്റ്റമർ നല്ല ട്രാക്കിലെ കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരും. എനിക്ക് വണ്ടികൾ ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കസ്റ്റമറൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ലോ ബജറ്റിലെ ഒരു വാഹനം, കണ്ടീഷൻ വാഹനമാണ്. 2008 മോഡല്, 28 രൂപ പേപ്പറിലെ തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. നമുക്ക് 55 രൂപ കൊടുക്കുന്നത്. 55,000 രൂപ. പ്രൈസ് നെഗോഷ്യബിൾ ആണോ? ചെറിയൊരു മാറ്റം. ഇതിലിപ്പോ ചെറിയ മാറ്റം ചെയ്യാനില്ല. കാരണം ഇത് വണ്ടി ഓടിച്ച് പഠിക്കാൻ വേണ്ടി ലോ ബജറ്റിൽ ഒരുപാട് ആളുകൾ കണ്ടീഷൻ വാഹനം നോക്കുന്നുണ്ട്. അവർക്ക് പറ്റിയൊരു വാഹനമാണ്. ഇപ്പോൾ നമ്മുടെ വാഹനം ഓടിച്ച് പഠിക്കുന്ന ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഓടിച്ച് അത്യാവശ്യം എക്സ്ചേഞ്ച് വാല്യൂ കിട്ടും. വേറെ വണ്ടി എടുക്കുകയും ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് എടുക്കുന്ന ആ ഒരു പ്രൈസും കാര്യങ്ങളൊന്നും നഷ്ടാവില്ല. കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ സ്ക്രീനിലുണ്ട്. അടുത്തായിട്ട് സ്വിഫ്റ്റ് ഡിസയർ ഒരു ക്വാളിറ്റി പീസ് നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അല്ലേ? 2014 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, 70,000 കിലോമീറ്റർ, കമ്പനി സർവീസ് ആണ് വണ്ടി വരുന്നത്. ത്രൂട്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ റേറ്റ് വരുന്നത് 3,60,000 രൂപ. ആസ്ക് ചെയ്ത റേറ്റ്
ഫൈനലായിട്ട് നമുക്ക് 3,45,000 നെറ്റ് ഫൈനൽ ചെയ്ത് കൊടുക്കും. 15,000 രൂപ ഡിസ്കൗണ്ടിൽ ഈ മാസം എടുക്കുകയാണെങ്കിൽ ലാഭമുള്ള കാര്യമാണെന്ന് വീണ്ടും പറയാണ്. ഡീസൽ വാഹനങ്ങൾ ഒരുപാട് ആളുകൾ അന്വേഷിച്ചിറക്കുന്നുണ്ട്. അവർക്ക് പറ്റിയൊരു വാഹനം നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. 2010 മോഡൽ 11 രജിസ്ട്രേഷൻ, തേർഡ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. ഓടിയിരിക്കുന്ന 89,000 കിലോമീറ്റർ ആണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഫൈനലായിട്ട് നമുക്ക് 85 രൂപ കൊടുക്കാം. 85,000 രൂപയ്ക്ക് ഡീസൽ വണ്ടിയാണ് നമ്മൾ 85 രൂപ ചോദിക്കണല്ലേ ഫൈനലായിട്ട് കൊടുക്കാം. ഫൈനലായിട്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗമൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ പീസും കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് ടാറ്റയുടെ ഒരു ഡീസൽ വാഹനം പരിചയപ്പെടുത്തി തരാം. ലതീഷ് ബ്രോ, ഇതേതാ? ഇത് 2010 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1,00,000 കിലോമീറ്റർ വണ്ടി, ടൈമിംഗ് ചേഞ്ച് സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളുള്ള കോട്ടറാജറ്റ് എഞ്ചിൻ ആണ്. അത്യാവശ്യം 23 കിലോമീറ്റർ അടുത്ത് മൈലേജ് വരുന്ന വണ്ടിയാണ്. റേറ്റ് വരുന്നത് 1,20,000 കൊടുക്കാം. 1,20,000 രൂപക്ക് 2030 പേപ്പർ. റേറ്റ് ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്ത പ്രശ്നമില്ലേ? കൊടുക്കുക. കാരണം ഡീസൽ വാഹനങ്ങളൊക്കെ ഒരുപാട് അന്വേഷിച്ചിറക്കുന്നുണ്ട്. കിട്ടാനില്ലാത്ത വാഹനങ്ങൾക്കാണ് ഈ പറയുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പറഞ്ഞ വണ്ടി തേർഡ് ഓണർഷിപ്പ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ടൈം ചെയിൻ കാര്യങ്ങളൊക്കെ മാറിയത്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. 2030 പേപ്പർ ഉണ്ട്. 2030 പേപ്പർ ഉണ്ട്. അപ്പോൾ ഇതിനേക്കാൾ വില കുറവിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അതായത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ 2010 സെക്കൻഡ് ഓണർഷിപ്പ്, 60,000 കിലോമീറ്റർ, കറക്റ്റ് ഷോറൂം സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ 2030 പേപ്പർ ഉണ്ട് വണ്ടിക്ക്. ഒരൊറ്റ വർക്കോ കാര്യങ്ങളൊന്നുമില്ല. റേറ്റ് വരുന്നത് 2,30,000 രൂപ. ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കും. ചെറിയൊരു മാറ്റം ഉണ്ടാവും. അത് കച്ചവടം ആകുമ്പോൾ ഈ ഒരു ഫോണിലൂടെ അല്ലാതെ ഷോറൂമിലേക്ക് വന്നിട്ട് നമ്മൾ കച്ചവടത്തിനായിട്ട് ഇരിക്കുന്ന സമയത്ത് ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ടയറും കാര്യങ്ങളൊന്നും നമുക്ക് ഇനി മാറ്റേണ്ടി വരില്ല അല്ലേ? ഒരു മെക്കാനിക്കൽ വർക്സോ കാര്യങ്ങളോ ഉപയോഗിക്കുക. അടുത്തായിട്ട് 7 സീറ്റർ വാഹനങ്ങൾ, അത് മാരുതി എർട്ടിഗ അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഡീസലാണ്. ഡീസലാണ്, സിംഗിൾ ഓണറാണ്. 56,000 കിലോമീറ്റർ ഡീസൽ വണ്ടി. ഈ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ജെന്യൂൻ കിലോമീറ്റർ അല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ വണ്ടിയുടെ തിരിച്ചു കൊണ്ടുവന്നോ എല്ലാം അതിന്റെ നാനഷ്ടം എന്നാലും നിങ്ങൾ തരും. എല്ലാം കമ്പനിയിൽ ചെക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പ്രോപ്പർ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം വണ്ടികൾ എടുക്കാറുണ്ട്. ഇതേതാ വേരിയന്റ്? ഏതാ? ഇത് VD ആണ്. മിഡ് വേരിയന്റ് ആണ്. ഡീസലിൽ മിഡ് വേരിയന്റ്. 56,000 കിലോമീറ്റർ ആണ്. ഒരു ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇത് റേറ്റ് പൊട്ടിച്ചത് 4,45,000 ഫൈൻ ചെയ്യാൻ പറ്റും. 4,40,000 രൂപ. ട്രൈബർ 7 സീറ്റർ വണ്ടി. ഇത് 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് RXT, ഫുൾ ഓപ്ഷൻ തൊട്ട് മുകളിലത്തെ വണ്ടിയാണ്. ഇത് ഓടിയിരിക്കുന്ന 52,000 കിലോമീറ്റർ ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഏറ്റവും ഓഫർ റേറ്റ് 4,40,000 ഫുൾ ലോൺ എടുക്കുക. 4,40,000 ഫുൾ ലോൺ. 1 രൂപ പോലും കയ്യിൽ നിന്ന് ഇറക്കേണ്ട ആവശ്യമില്ല. വാങ്ങാൻ വരുന്ന കസ്റ്റമർ നല്ലൊരു കസ്റ്റമർ ആയാൽ മതി. പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ 100% നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന റീപ്ലേസ്മെന്റോ 4 പുത്തൻ ടയർസ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്ത എല്ലാം ഉണ്ട്. നമുക്ക് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാം. വേറെ അഡീഷണൽ ആയിട്ട് മെക്കാനിക്കൽ ചെയ്യണ്ട. അടുത്തായിട്ട് വാഹനപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങൾ ഒന്നായിട്ടുള്ള ഹോണ്ടയുടെ ജാസ്. ഇത് 2015 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് VX വേരിയന്റ്, 36,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. റേറ്റ് വരുന്നത് 4,40,000 രൂപ. ചെറിയൊരു മാറ്റം ഉണ്ടാവും. ചെറിയൊരു വിലയാണ് ചോദിക്കുന്നത്. അതിൽ ചെറിയ മാറ്റം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ജാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ആളുകൾ ഇപ്പോഴും എൻക്വയറി ഒരുപാട് വരുന്നൊരു വാഹനമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്വിഫ്റ്റ് നോക്കി നടക്കുന്ന ആൾക്ക് ശരിക്കും 100% പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണ് ജാസ്. ഫുൾ ഓപ്ഷൻ ജാസ് ആണ്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സെൻട്രൽ ലോക്ക്, ഫോൾഡിംഗ് മിറേഴ്സ്, പിന്നെ റിവേഴ്സ് ക്യാമറ, അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. ടയറും കാര്യങ്ങളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. എല്ലാം പ്രോപ്പർ കമ്പനി സർവീസ് മെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. എൻക്വയറിയിലെ വണ്ടിയാണ്. ഇത് 2012 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 70,000 കിലോമീറ്റർ കറക്റ്റ് പ്രോപ്പർ കമ്പനി മെയിൻറ്റെയിൻഡ് ആണ്. വേരിയന്റ് ഏതാ? ഇത് VX വേരിയന്റ്. എല്ലാ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ അഡീഷണൽ ചെയ്യുന്ന വണ്ടിക്ക്. ടയേഴ്സ് അത്യാവശ്യം ഉണ്ട്. നല്ല ടയേഴ്സ് തന്നെയാണ് ഉള്ളത്. റേറ്റ് വരുന്നത് നമുക്ക് 5,20,000 രൂപ ഫൈൻ ചെയ്യാൻ പറ്റും. 5,20,000 രൂപക്ക് ഇന്ന് ലോൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ആയിട്ട് ലോൺ ചെയ്യാം. 100% ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളാണ് ഷോറൂമിൽ നിലവിൽ അധികവും. അതുകൊണ്ട് തന്നെ പേയ്മെന്റ് ഇനി കൊടുക്കാനില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോരാ. അടുത്തായിട്ട് മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയർ താല്പര്യം ഉണ്ടെങ്കിൽ ഒരെണ്ണം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2015 മോഡൽ വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയത്. ഇത് റേറ്റ് വരുന്നത് 4,30,000 വരും. എത്ര ഓടിയിട്ടുണ്ട്? ഇത് ഓടിയത് 65,000 കിലോമീറ്റർ. 65,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? വേറെ കംപ്ലൈന്റ് അങ്ങനെയുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തുറന്നു പറയും. നമുക്ക് വിട്ടുപോയിട്ടുണ്ട് പോലെ കസ്റ്റമേഴ്സോട് തുറന്നു പറഞ്ഞിട്ട് മാത്രമേ കച്ചവടം ചെയ്യൽ വിടുന്നില്ല. ഇത് നിങ്ങൾ 100% നിങ്ങൾ മെക്കാനിക് വീട്ടിൽ വന്നോ എന്റെ വാഫിൽ ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ വന്ന് ചെക്ക് ചെയ്ത് പെർഫെക്റ്റ് ആയി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ 100% ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇത്രയും വിശ്വാസമായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെയാണ് 7 വർഷക്കാലം ഇവർ ഈ ഫീൽഡിൽ നിൽക്കുന്നതും അല്ലേ? അടുത്തായിട്ട് ടാറ്റ കമ്പനിയുടെ ടിഗോർ. ഇതേത് മോഡൽ വരുന്നത്? ഇത് വേരിയന്റ് വരുന്നത് 2018 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി. ബേസ് വേരിയന്റ് ആണ് വണ്ടി വരുന്നത്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല.
65,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്, റേറ്റ് വരുന്നത് 3,25,000 രൂപ. 3,25,000 രൂപ ഫുൾ ലോൺ. ഇത് സെഡാൻ സെഗ്മെന്റ് അല്ലേ? സെഡാൻ സെഗ്മെന്റ് ആണ്. പെട്രോൾ എല്ലാ പേപ്പേഴ്സും ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ, ഇൻഷുറൻസ് എല്ലാം അപ് ടു ഡേറ്റ് ആണ്. എല്ലാം ക്ലിയർ ആണ്. നിലവിലുള്ള എല്ലാ വാഹനങ്ങളും പേപ്പേഴ്സ് ക്ലിയർ ആണ്. അതൊരു മാറ്റൂല അല്ലേ? പെട്രോൾ വേരിയന്റ് ആണ്. 2017 സിംഗിൾ ഓണർഷിപ്പ്, 45,000 കിലോമീറ്റർ മാത്രമേ ബി വേരിയന്റ് വേണ്ടി. ബി വേരിയന്റ് ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതിന് റേറ്റ് വരുന്നത് 5,25,000 രൂപയാണ്. 5,20,000 രൂപ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് എത്തിയോസ് മാർക്കറ്റിലൊക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള ഒരു വാഹനമാണ് എത്തിയോസ്. എങ്ങനെ എത്ര പഴകിയാലും വീര്യം കൂടുന്ന മുതലാണ് അല്ലേ? സെലേരിയോ അല്ലേ? ഏതാ മോഡൽ? ഇത് 2019 മോഡൽ ZX വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, 50,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതിന് റീപ്ലേസ് ഉണ്ട്, ഫ്രണ്ട് ബോണ്ടർ റീപ്ലേസ് ആണ്, കമ്പനി ഹിസ്റ്ററി പ്രോപ്പർ ആയിട്ടുള്ള ബോണ്ടർ റീപ്ലേസ് ഉണ്ട്. വേറെ പാനലോ ഹെഡ്ലൈറ്റോ കാര്യങ്ങളോ റീപ്ലേസ് ഒന്നുമില്ല, ഗ്ലാസ് ഒന്നും മാറിയില്ല. ഇത് ബോണറ്റ് മാത്രം മാറി, അത് കമ്പനിയിൽ നിന്ന് മാറി രജിസ്ട്രിയിലുണ്ട്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന കച്ചവടം ആദ്യം പറയുന്ന കാര്യം ഇതാണ്. ഒരു കാര്യം മാറിയില്ല. റേറ്റ് വരുന്നത് 4,45,000 രൂപ ഫൈൽ ചെയ്യാൻ പറ്റും. 4,45. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ തന്നെ ചെയ്യാൻ ട്രാക്കില് ഫുൾ ലോൺ. 100% ലോൺ. ട്രാക്ക് ക്ലിയർ ചെയ്യാൻ മാത്രം മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവര് തന്നെ അറേഞ്ച് ചെയ്ത് തരും. താല്പര്യം ഉണ്ടെങ്കിൽ ആധാർ കാർഡ് ഇങ്ങോട്ട് വരും. ആധാർ കാർഡ്, പാൻ കാർഡ് വേണം. ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത് ഫോൺ നമ്പർ മാത്രം മതി. നമുക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വണ്ടി ചെക്ക് ചെയ്യാൻ തേർഡ് പാർട്ടിനെ വിട്ട് ചെക്ക് ചെയ്തോളൂ. നിങ്ങളുടെ ബാക്കി ഡോക്യുമെന്റ്സ് അയച്ചോളൂ. ബാക്കിയെല്ലാം ഓക്കെ ആണ്. നമുക്ക് ലോൺ ചെയ്ത് അവർക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാം. 2011 നമ്മൾ സിംഗിൾ ഓണർഷിപ്പ് 65,000 കിലോമീറ്റർ വണ്ടിയാണ്. ഏത് വേരിയന്റ്? VXC വേരിയന്റ്. പെട്രോൾ ആണല്ലേ? വണ്ടി. എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. 2026 പേപ്പേഴ്സ് കാര്യങ്ങൾ അപ്ഡേറ്റ് ആണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക്കൽ ഓരോ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ക്ലിയർ ആക്കി വെച്ച വണ്ടിയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 2,40,000 രൂപയാണ്. ചെറിയൊരു മാറ്റം ചെയ്ത് നോക്കാം. 2,40,000 രൂപ. റിറ്റ്സ്, ഇത്രയും ക്വാളിറ്റി റിറ്റ്സ് 2,40,000 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഒരു വാഹനപ്രേമികളെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള മാരുതി സ്വിഫ്റ്റ്, അത് ഈ ഒരു ഫേസ് വരുന്ന വാഹനല്ലേ? ഏത് മോഡല്? ടൈപ്പ് 2 2012 വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് റേറ്റ് വരുന്നത് 3,30,000 രൂപ. ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാൻ പറ്റും. 3,30,000 രൂപയ്ക്ക് ഒരു ലോ കിലോമീറ്റർ ഓടിയ മാരുതി സ്വിഫ്റ്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നതല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിനിങ്ങനെ വില കുറച്ച് കൊടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും ആക്സിഡന്റ് ഒരു ഗ്ലാസ് ബോണറ്റോ കാര്യങ്ങളോ അല്ല, ആളുകൾ അങ്ങനെയാണ് ചിന്തിക്കുക. അത് അന്നുമില്ല. കണ്ടീഷൻ വാഹനമാണ്, ക്വാളിറ്റി വാഹനമാണ്. നേരിട്ട് വന്ന് ചെക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പോൾ ഇതിന് ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിൽ മാറ്റം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? നമുക്ക് 2-2.25 ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ലോ ബജറ്റ് വാഹനം ലോണിൽ സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ വിട്ടോ നമ്മുടെ കണ്ണൂർ പയ്യന്നൂർ A1 യൂസർ ഷോറൂം.